ഇന്നത്തെ ഞാൻ വരാം. നമ്മുടെ വിഷയം ജീവിതത്തിന്റെ പുനർനിർമ്മാണം, റീകൺസ്ട്രക്ഷൻ ഓഫ് ലൈഫ്. നമ്മളോട് സംസാരിക്കുന്നത് ലതീഷ് ഏട്ടൻ കോഴിക്കോടാണ്. ലതീഷ് ഏട്ടനെ ജ്വാല ഓൺലൈൻ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലതീഷ് ഏട്ട, നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ. സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. മദ്യാസക്തനാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഏടെ കൂട്ടായ്മയാലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ലതീഷ്. ഹായ് ലതീഷ് ഏട്ട. ഹായ്. വളരെ സുഖമായിട്ടിരിക്കുന്നു. മീറ്റിങ്ങിന്, ഒരു ഫിസിക്കൽ മീറ്റിങ്ങിന് പോയി വന്നു. രാവിലെ ജോലിയായിട്ട് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും പോകുന്ന പോലെ തന്നെയൊക്കെ കാര്യങ്ങൾ പോയി. പിന്നെ ഇപ്പം രാമേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് വൈകുന്നേരം നമ്മളൊരു മീറ്റിങ്ങിന് കയറുമ്പോൾ നമ്മളൊന്ന് തയ്യാറാവണമല്ലോ. അപ്പൊ സാധാരണ രീതിയിൽ ഇത്തരം എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ എൻ്റെ കടയിൽ വന്നിരിക്കാറാണ് പതിവ്. കാരണം പുറത്തങ്ങനെ യാത്രയിൽ ആകുമ്പോൾ വഴിയിലൊന്നും നിന്ന് നമുക്ക് ഇത്ര നേരം സംസാരിക്കാൻ പറ്റില്ല. ഏതായാലും കടയിൽ വന്നു. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകണം. അത്രയൊക്കെ തന്നെ ഉള്ളു കാര്യങ്ങൾ. കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നു എന്ന് വേണം കരുതാം. പ്രശ്നങ്ങളൊന്നുമില്ല, ഇതായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ഈ കൂട്ടായ്മയിലാണ് എന്നുള്ള ഒരു ബോധം, ആ ഒരു തിരിച്ചറിവ് തന്നെ വലിയൊരു സമാധാനമാണ്. എന്തൊക്കെ വന്നാലും ഇതും കടന്ന് നമ്മൾ പോവും. കാരണം അങ്ങനെയാണത്. ജീവിതം നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷ, ഈ കൂട്ടായ്മ തരുന്ന ഒരു അസാധാരണമായ ഒരു ഊർജം, ഒരു ശക്തി, പ്രതീക്ഷയൊക്കെ നമുക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത വിധം നമ്മൾ അനുഭവത്തിൽ തിരിച്ചറിഞ്ഞ ആളുകളാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണെന്ന് മാത്രം. അപ്പൊ അത് നമുക്കറിയാം. ചെറിയ വേദനയായാലും വലിയ വേദനയായാലും അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ കാഠിന്യമുള്ളതാണ്. പക്ഷെ ഇതിനൊക്കെ അതിജീവിച്ചതിന്റെ ഒരു അനുഭവം നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ അത്ഭുതങ്ങൾ പങ്കുവെക്കാനുണ്ട് ഈ കൂട്ടായ്മയിൽ. അപ്പൊ അതാണ് ഈ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ആ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ആ ഒരു അത്ഭുതകരമായ കൂട്ടായ്മയിലായതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്നാലും കുറച്ച് പേര് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ അവരവരുടെ എന്തോ ഞാൻ തിരിച്ചറിഞ്ഞു, എനിക്കിനി ഒരു പ്രശ്നമില്ല എന്നുള്ള മട്ടിൽ ഇട്ടേച്ച് പോകുന്നു, അല്ലെങ്കിൽ വേണ്ടത്ര ഗൗരവം കൊടുക്കാതെ മാറി നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ വലിയ വലിയ അനുഭവങ്ങൾ വീണ്ടും വീണ്ടും നമുക്കും അവർക്കും സമ്മാനിച്ചുകൊണ്ട് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മൊത്തത്തിലുള്ള ഇതിന്റെ ഒരു പ്രതിഭാസമായിട്ട് നമുക്ക് വിലയിരുത്താം. നമ്മൾ അതിന്റെ ഗുണവും ദോഷമൊന്നും നമ്മൾ അങ്ങനെ ആവാതിരിക്കാനുള്ള വലിയൊരു സന്ദേശവും അവര് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് സ്ഥിരമായിട്ട് ഈ യാത്ര ചെയ്യുന്ന നമുക്ക് പറയാനുള്ള ഒരു കാര്യം. എന്തായാലും അതാണ് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ആൽക്കഹോളിക് അനോണിമസില് നമ്മളെല്ലാവരും ഈ ഇതിനകത്തുള്ളതും അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാവരും തന്നെ ഈ കൂട്ടായ്മയിൽ വരുന്നതിന്റെ ഒരു ഉദ്ദേശം ആ സിംഗിൾനെസ് ഓഫ് പർപ്പസ് ആണ് അല്ലേ. നമ്മൾ പൊതുവായിട്ട് പറയുന്ന എന്താണ്, നമ്മൾ സ്വയം മദ്യപിക്കാതിരിക്കുകയും മറ്റൊരാൾക്ക് മദ്യപാനത്തിന് വിട്ടു നിൽക്കാനുള്ള ഒരു സഹായം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ ആ ഒരേ ഒരു പ്രാഥമികമായ ഉദ്ദേശം. അപ്പൊ ഇതില് ഇങ്ങനെയുള്ള ഒരു സിംഗിൾനെസ് ഓഫ് പർപ്പസ് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. പക്ഷെ അതേ ഒരു സമയത്ത് തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു കാര്യവും പറയുന്നുണ്ട്. എന്താണ്? എയില് രണ്ട് പാപങ്ങളേ ഉള്ളൂ. സിൻസ് ഇൻ എ എന്ന് പറയും. അതായത് രണ്ട് പാപങ്ങൾ മാത്രമേ എയിലുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, സ്വയം നമുക്ക് നമ്മളുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നമ്മൾ ജീവിക്കുക. മറ്റൊന്ന്, മറ്റൊരാളുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഏലെന്നല്ല, ലോകത്തുള്ള രണ്ട് പാപങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ഒന്നും കൂടി വിശദമായിട്ട് പറയാൻ പറ്റും. അപ്പം ഇതാണ് അതിന്റെ ഒരു വലിയൊരു പാരഡോക്സ്. മറ്റൊന്ന്, ആൽക്കഹോളിക് അനോണിമസിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കുടി നിർത്താൻ വരുന്നു എന്നുള്ളത് ഈ ഒരു കൂട്ടായ്മയിൽ ചേരാനുള്ള ഒരേ ഒരു യോഗ്യതയാണ്. മദ്യപാനം നിർത്തണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ആൽക്കഹോളിക് അനോണിമസിൽ ചേരാൻ വേണ്ട ഒരേ ഒരു യോഗ്യത. ആ ഒരു യോഗ്യത
അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം നമ്മൾ ആവോ എന്ന് ചോദിച്ചാൽ ഒരു വാദത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും, നമുക്ക് അങ്ങനെ പറ്റും എന്നൊക്കെ. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും, ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം നമുക്ക് പറയുന്ന തലത്തിലുള്ള ഒരു സുബോധാവസ്ഥ ആഘോഷകരമായിട്ട് അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ അതിനുള്ള ഉത്തരമാണ് തുടർന്നുള്ള മീറ്റിങ്ങുകളിലൂടെയും യാത്രകളിലൂടെയും തിരിച്ചറിവുകളിലൂടെയും പരിശീലനത്തിലൂടെയൊക്കെ നമുക്ക് ഓരോ ദിവസവും ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വസ്തുത. അത്തരത്തിലൊരാള് യാത്ര ചെയ്യുന്ന അയാൾക്ക് നിസ്സംശയം പറയാൻ പറ്റും, നിങ്ങൾ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അനുഭവിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും രോഗശമനത്തിന് നിർദ്ദേശിക്കപ്പെട്ട നടപടിക്രമങ്ങൾ നിങ്ങൾ യഥാവിധി ജീവിതത്തിൽ പരിശീലിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് യാതൊരു സംശയമില്ല. കടുത്ത സത്യസന്ധത ആവശ്യമാകുന്ന ജീവിത രീതി മെനഞ്ഞെടുക്കുന്നതിലോ അത് സ്വാംശീകരിക്കുന്നതിലോ സ്വാഭാവികമായിട്ട് കഴിവ് നഷ്ടപ്പെട്ടവരാണ് നമ്മളിൽ ചിലർ. അത്തരം ആളുകളുടെ വിജയ സാധ്യത ശരാശരിയിലും വളരെ കുറവുമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഈ എന്താ പറയാ, പാലിൽ മുക്കി ബ്രെഡ് കൊടുക്കുന്ന മാതിരി തൊടാതെ വിഴുങ്ങാൻ പാകത്തിൽ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ വന്നാൽ മതി, ഇരുന്നാൽ മതി, കേട്ടാൽ മതി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതുണ്ടെങ്കിൽ അതൊരു നവാഗതനെ സംബന്ധിക്കുന്ന ഒരു പ്രാഥമികമായ ഒരു എന്താ പറയാ ആകർഷിക്കൽ മാത്രമാണ്. അയാൾ ജീവിതത്തിൽ അയാൾക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആക്ഷൻ ഈസ് ദ മാജിക് വേർഡ്. പ്രവൃത്തിയില്ലാത്ത ഒരു കാര്യങ്ങളും അയാളെ ജീവിതത്തിൽ മരിച്ചതിന് തുല്യമായിട്ട് മാറുകയുള്ളൂ. വേറെ ഒരു നിവൃത്തിയൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചില കടുത്ത പരാമർശങ്ങൾ നമ്മൾ ഈ കൂട്ടായ്മയുടെ പ്രോഗ്രാമിനകത്തുണ്ട്. അവിടെയാണ് കൂട്ടായ്മയും പ്രോഗ്രാമും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ആൽക്കഹോളിക് അനോണിമസിന്റെ ഫെലോഷിപ്പും ഒരു പ്രോഗ്രാമും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ, രണ്ട് ഭാഗം, ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നമ്മൾ നോട്ടിന്റെ ഒരു ഭാഗം മാത്രം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കടയിൽ കൊടുത്താൽ മാറാൻ കഴിയില്ല. രണ്ട് ഭാഗത്തും അതിന്റെ പ്രിന്റിങ് വേണം എന്ന് പറഞ്ഞ പോലെയാണ് ഫെലോഷിപ്പും വേണം, പ്രോഗ്രാമും വേണം. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. മറ്റൊന്ന് പറയുന്നത്, തുടക്കം മുതൽ തന്നെ നിങ്ങൾ ദൃഢമനസ്കരും ഭയരഹിതരുമായിരിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ ഇന്ന് ഒരാളോട് വെറുതെങ്കിലും പറഞ്ഞു, ഈ ഗൗരവം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, ഞാൻ 11 മാസമായി എന്നൊക്കെ ഷെയർ. അപ്പൊ ഞാൻ പറഞ്ഞു, സുഹൃത്തെ ഇങ്ങോട്ട് വാ, ഞാൻ ഇന്നലെ നിങ്ങളൊരു മീറ്റിങ്ങിന് കണ്ടു. നിങ്ങൾ ആ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ അധ്യക്ഷൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ ഗ്രൂപ്പിന്റെ വാർഷികമായിരുന്നു. ഇങ്ങനെ കുറെ പേര് അവിടെ ഉണ്ട്, 19 പേരുണ്ട്. നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് മുണ്ടഴിഞ്ഞു പോകുന്ന പോലെ നിങ്ങൾ പറയാ, ഞാനൊരു മദ്യാസക്തനാണേ, ദൈവാനുഗ്രഹം കൊണ്ട് കൂട്ടായ്മയിലായതുകൊണ്ട് ഒന്നും കുടിച്ചിട്ടില്ല, എന്റെ പേര് സോൻസോ എന്ന് അയാൾ പറഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും അയാൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ പട്ടാള ചിട്ടയൊന്നുമില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ എല്ലാത്തിനും എന്താണ്, കാടിയാണെങ്കിലും മൂടി കുടിക്കണം എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുണ്ട്. അപ്പോ നിങ്ങളത് കാണിക്കുമ്പം നിങ്ങൾ ഈ കൂട്ടായ്മയോട് കാണിക്കുന്ന ഒരു ബഹുമാനമില്ലായ്മ, ഒരുതരം മര്യാദയോട് നിങ്ങളുടെ ആ ഒരു പ്രകടനത്തിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് തോന്നിയെന്ന് വരില്ല. പക്ഷെ ആത്മാർത്ഥമായിട്ട് ദൈവതുല്യം അല്ലെങ്കിൽ മറ്റൊരു ആരാധനാലയം പോലെ കാണുന്ന അപൂർവം കുറച്ച് ആളുകൾക്ക് അതിന്റെ പവിത്രതയെ അത് ബാധിക്കുന്ന രീതിയിലാണ് അത്തരം പ്രവൃത്തികളൊക്കെ ബാധിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്നുമില്ല, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നല്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ തിരിച്ചാല് നിങ്ങൾക്കും അത് മറ്റുള്ളവർക്കും ഒരു ഗുണമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയാണ്, നിങ്ങൾ പറഞ്ഞപ്പം അത് ശരിയാണ്, ഞാൻ അതിന് അത്ര ഗൗരവത്തിൽ കണ്ടിട്ടില്ല, ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്, അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റേ നിങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സങ്കടം തോന്നും എന്നുള്ള രീതിയിൽ ഞാനത് നിർത്തിയിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, തുടക്കം മുതൽ തന്നെ നമ്മൾ ദൃഢമനസ്കരും ഭയരഹിതരും. അപ്പൊ നമ്മൾ ഇതിനൊരു നമ്മളോട് കാഠിന്യമുള്ളവരായിരിക്കുകയും
മറ്റുള്ളവരോട് പരിഗണനയുള്ളവരായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഒരു നിയമസംഹിത എന്ന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത 100 കണക്കിന് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗണത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും, അല്ലേ? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുടി നിർത്തുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ ഒരു ചെറിയൊരു തുടക്കം, ജസ്റ്റ് ബെയർ ബിഗിനിങ് എന്നാ പറഞ്ഞത്. അപ്പൊ അതൊരു തുടക്കം മാത്രമാണ്. പിന്നീട് ധാരണയിലും ഫലപ്രാപ്തിയിലും വളരുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. അപ്പൊ ഇങ്ങനെ നോക്കി നോക്കി ഓരോരോ വാക്കുകളും നമ്മൾ എടുത്തെടുത്ത് ഇങ്ങനെ ചവച്ചരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ആഴത്തിലുള്ള അതിന്റെ ഒരു പ്രാധാന്യത്തെ നമുക്ക് തന്നെ വിസ്മയിക്കുന്ന രീതിയിലേക്ക് അത് മാറും. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ? ഇവര് ചുമ്മാ വൈകുന്നേരം ആയാല് വാ ഒരു ചായ കുടിക്കുക, കാലി അടിക്കുക, നമുക്ക് മീറ്റിങ്ങിന് പോണ്ടേ, അവിടെ പോയിരിക്കണം, കുറച്ച് കുടിച്ച കഥ പറയണം, കുറച്ച് പരദൂഷണം പറയണം, ഇങ്ങോട്ട് പോരണം. കുടിക്കൊന്നുമില്ല, ഒരു സുഖം സംഭവിക്കില്ല. നമ്മൾ സുഖമായിട്ട് എവിടെ പോയാലും കൂട്ടായ്മയിൽ പോയി വരികയാണ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കാലങ്ങൾ എണ്ണി എണ്ണി മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോകും. പക്ഷെ ഇത് ജീവിതത്തില് നമുക്ക് എന്താണ് അത് ഉപകരിച്ചത് എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ വട്ടപൂജ്യം മാർക്കാണ് എങ്കിൽ നമുക്കതൊരു വലിയ ഒരു സ്വയം ഒരു ആത്മ പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിന്റെ ഒരു പ്രാധാന്യം, ഒരു ജീവിതത്തെ പുനർനിർമ്മിക്കുക, ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ചേഞ്ച്. നമ്മളുടെ ആസ്ബിൻ സീസറ്റ് എന്ന് പറഞ്ഞ ബുക്കില് ആദ്യത്തെ ആ ഭാഗത്തെ ഒരു അടുത്ത പേജിൽ കാണാം ഒരു പേഴ്സണാലിറ്റി മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ചേഞ്ച് എന്നുള്ളത്. അപ്പം ഒരു പരിപൂർണമായ വ്യക്തിത്വ പരിണാമത്തെ നമ്മളോട് മുന്നോട്ട് വെക്കുന്ന ഒരു ഗംഭീരമായ ഒരു പ്രഖ്യാപനം ആൽക്കഹോളിക് അനോണിമസ് നടക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിനാണ് 12 പടികളിലൂടെയുള്ള ഒരു പുനർനിർമ്മാണ പ്രക്രിയ നമ്മൾ നടത്തണം. ഈ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളത് നമുക്കറിയാം, അല്ലെ? ഇംഗ്ലീഷിൽ റിക്കവറി എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടെടുക്കലാണ്. അപ്പൊ എന്തോ ഒന്ന് നിലവിലുള്ള ഒരു സംഗതി നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുകയാണ്, റിക്കവറി ചെയ്യുകയാണ് അത്. അപ്പൊ അതിനെ റീകവർ ചെയ്യാണ്, വീണ്ടും അതിനെ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അതേപോലെ നമ്മൾക്ക് ഒരു പുനർനിർമ്മാണം നമുക്ക് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണഭോക്താവോ ഉപഭോക്താവോ ഒക്കെ ആയിട്ട് ഒരു അംഗമായിട്ട് നമുക്ക് നമ്മളോട് തന്നെ പറയാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ അതൊരു വലിയൊരു ഭാരമായി മാറും. ഈ ജീവിതം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ വൈകുന്നേരമായി, മീറ്റിങ്ങിന് പോണം, എന്താ ചെയ്യാ, ഇപ്പൊ ഈ ആഴ്ച, അടുത്ത ആഴ്ച ഞായറാഴ്ച അവിടെ ഒരു മീറ്റിംഗ്, ശനിയാഴ്ച ഒരു മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു തരം ബാധ്യതപ്പെടുന്ന രീതിയിലേക്ക് അത് മാറും. നേരെ മറിച്ച് ആഘോഷകരമായിട്ട്, എൻ്റെ മൈസൂരിൽ കൺവെൻഷനിൽ ഒരു സുഹൃത്ത് ഇങ്ങനെ പറയുകയുണ്ടായി, ഞങ്ങൾ കാലുകൾ മുറിഞ്ഞു പോയ ആളുകളെ പോലെയാണ്, അവ ഇനി ഒരിക്കലും വളരുന്നില്ല എന്ന് നമ്മളെ ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്. അതിനിപ്പോ എന്താ, ദൈവം ഞങ്ങൾക്ക് മനോഹരമായ 2 ചിറകുകളാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. 12 പടികളും 12 പാരമ്പര്യങ്ങൾ എന്ന പേരിൽ 2 ചിറകുകൾ ഞങ്ങൾക്ക് ഘടിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ആകാശത്തിന്റെ അനന്തമായ വിഹായത്തിൽ പാറിപ്പറന്ന് നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഞങ്ങളെ മാറ്റിമറിച്ചു എന്ന് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ സംസാരിച്ച് ബന്ധപ്പെടുത്തി. അപ്പൊ ഇതുപോലെ കാലുകൾ ഒക്കെ മുറിഞ്ഞു, അതങ്ങോട്ട് പോട്ടെ, ഞങ്ങൾ ഇന്ന് മനോഹരമായിട്ട് പറക്കുകയാണ് എന്ന രീതിയിലേക്ക് ഒരു മാറിയ ഓൾട്ടേർഡ് ആറ്റിറ്റ്യൂഡ്, ഒരു മാറിയ മനോഭാവം, മറ്റൊരു നമ്മൾ പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. അതൊരു ഗംഭീരമായ ഒരു പ്രഖ്യാപനമായിട്ട് നമുക്കത് മാറ്റാൻ പറ്റണം. അതാണ് അതിന്റെ എനർജി. അപ്പൊ അത് എങ്ങനെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ബിഗ് ബുക്ക് വീണ്ടും നമ്മളോട് പറയാം, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എത്ര ദൂരം പോകാനും ആഗ്രഹമുള്ളവരായിരിക്കണം. വിത്തൗട്ട് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ ആ ചങ്ങലകളെ ബന്ധിക്കാതെ നിങ്ങൾ എത്ര ദൂരം പോകാനും നിങ്ങൾ ആഗ്രഹമുള്ളവരായിരിക്കണം എന്നുള്ള ഒരു ചോദ്യം. കാരണം നമുക്ക് എപ്പോഴൊക്കെ നമുക്കൊരു തടസ്സങ്ങള്, വിഷമങ്ങള്, മടി, അലസത
ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം സ്വയം പ്രഖ്യാപിക്കണം. ഞാൻ തുടക്കത്തിൽ സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ എത്ര ദൂരം പോകാനും തയ്യാറാണ് എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ സമ്മതിച്ചിട്ടുള്ളതാണ് എന്ന് ഞാൻ സ്വയം എന്നോട് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളോട് വീണ്ടും പറയുന്നത് രസകരമായിട്ടാണ്. ബിഗ് ബുക്കില് ഒരു ഭൂകമ്പത്തിൽ നിന്ന്, പ്രകൃതി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗുഹയിൽ ഒളിച്ച ദമ്പതികളുടെ ഒരു കഥ പറയുന്നുണ്ട്. വളരെ സെറ്റയറായിട്ടാണ് നമ്മൾ ബിഗ് ബുക്കിൽ പല സ്റ്റോറികളും കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് അവര് കൊടുങ്കാറ്റൊക്കെ നിന്നപ്പോൾ പുറത്തേക്ക് വന്നിട്ട് അവർ പറയുന്നുണ്ട്, ദമ്പതികൾ എല്ലാം നഷ്ടപ്പെട്ടു, വീട് പോയി, കടകൾ പോയി, എല്ലാം ടൗണുകളെല്ലാം തകർന്ന് എല്ലാം പോയി, നശിച്ചുപോയി. എന്നിട്ട് അവർ പറയാണ്, ഭർത്താവ് പറയുക ഭാര്യയോട്, നോക്ക് പെമ്പറന്നവരെ, എല്ലാം നഷ്ടപ്പെട്ടോട്ടെ, എന്നാൽ എന്താ, ആ കൊടുങ്കാറ്റ് നിന്നല്ലോ. അങ്ങനെ പറയുന്നവരെ ഞങ്ങൾ ചിന്തിക്കാൻ കഴിവില്ലാത്തവർ എന്നാണ് ഞങ്ങൾ പൊതുവെ വിളിക്കാറുള്ളത് എന്ന് താഴത്ത് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ ഒരു വാചകം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം, ഓ കുടി നിന്നല്ലോ, എന്നാൽ എന്താ, എന്ത് പണ്ടാറടങ്ങിയാലും കുടിക്കാതിരിക്കുന്നുണ്ടല്ലോ, അത് മതി. അത് ശരിയാണ്. നമ്മളെ 7ാമത്തെ അധ്യായത്തില് പറയുന്നുണ്ട്, ആ 12ാം പടിയെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ സുഹൃത്തുക്കളെ, കുടിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ 11 പടികളും അല്ലെങ്കിൽ ഈ പറഞ്ഞ തത്വങ്ങളൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. തൊട്ടടുത്തുള്ള ഒരു മദ്യാസക്തനെ സഹായിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെടുക. നിശ്ചയമായും മദ്യത്തിൽ നിന്ന് രക്ഷയും മുക്തിയും ശക്തിയും നേടാൻ പറ്റുന്ന മറ്റൊരു മാർഗവും ഇവിടെ ഇല്ല എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അപ്പം കാരണം എന്താ വെച്ചാൽ, കുടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രധാനമുള്ളതാണ്. കുടിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതാണ്, അതിൽ യാതൊരു അംശമൊന്നുമില്ല. അപ്പൊ അതൊക്കെ തിരിച്ചും മറിച്ചും വളരെ കോൺട്രഡക്റ്റീവ് ആയിട്ട് നമ്മളടുത്ത് ഇങ്ങനെ രസകരമായിട്ട് പറയുമ്പോൾ ഈ ഭാഷ നമുക്ക് വശപ്പെടണമെങ്കിൽ അവിടെയാണ് ഒരു സ്പോൺസറുടെ സഹായം നമുക്ക് അനിവാര്യമായി മാറുന്നത്. അല്ലാതെ ഞാനൊരു സ്പോൺസറെ കണ്ടെത്തി എന്ന് പറഞ്ഞ് വലിയ പ്ലക്കാർഡും വെച്ചിട്ട് റോട്ട് കൂടെ നടക്കാനല്ല. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പം അതിന്റെ യഥാർത്ഥ ഉദ്ദേശവും അതിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ ആ ഒരു ആശയവും നമുക്ക് ഗ്രഹിക്കാൻ പലപ്പോഴും നമ്മളുടെ തലച്ചോറിന് പറ്റാതെ വരുമ്പോഴാണ് മറ്റൊരാളുടെ സഹായം നമുക്ക് വേണ്ടി വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ഘട്ടത്തില് അതിനൊക്കെ പറയുന്നത്, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ സ്പോൺസർ നമ്മളെ നോക്കി ചിരിക്കാറാണ് പലപ്പോഴും പതിവ് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, അദ്ദേഹം ഇത്തരം ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയതിന്റെ ഒരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം പ്രവർത്തിക്കാനുണ്ട്, പ്രവൃത്തിയുമുണ്ട്, കൂടുതൽ പ്രവൃത്തിയുമുണ്ട്. അതാണല്ലോ ബോയ് ടു മെൻ എന്ന് പറഞ്ഞാൽ, ആ ആൺകുട്ടി എപ്പോഴാണ് ഒരു പുരുഷനാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, ഏതൊരു പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളാവട്ടെ, ആളുകളാവട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങളാവട്ടെ, ഇതെല്ലാം വളരെ നൈമിഷികമാണ്, താൽക്കാലികമാണ്, അനിശ്ചിതത്വം നിലനിൽക്കുന്നതാണ് എന്ന് തിരിച്ചറിവോടുകൂടി നമ്മൾ പെരുമാറാൻ പറ്റുന്ന ഒരു ഘട്ടം എത്തുമ്പോഴാണ്, ആ ഒരു പക്വത ആർജിക്കുമ്പോഴാണ് ഒരു ആൺകുട്ടി ഒരു പുരുഷനായി മാറുന്നത് എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെ നമ്മളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ അവിടെ സധൈര്യം ഐ വിൽ മാനേജ് അല്ലെങ്കിൽ ഐ ക്യാൻ മാനേജ്, എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്ന് സ്വയം മുഷ്ടി ചുരുട്ടി നട്ടല് നിവർത്തി നമ്മൾ നമ്മളോട് തന്നെ പറയാൻ പറ്റുന്ന ഒരു ആർജവത്വത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് നമ്മളുടെ ഈ പ്രോഗ്രാം, ഈ ലളിതമായ പരിപാടിയുമായി ഇഴകിച്ചേരാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ള. അതുവരെ നമ്മൾ ഒരു വല്ലാത്തൊരു അകലം, ഈ ഒരു സുബോധാവസ്ഥ എന്ന് പറയുന്നത് കയ്യെത്താ ദൂരത്ത് നിങ്ങൾ അകലെ ആയിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മളെ ബിഗ് ബുക്കിൽ നമ്മളോട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഈ ബിഗ് ബുക്കിലെ വരികളെല്ലാം നമ്മളിങ്ങനെ എന്താ പറയാ, സ്വാംശീകരിക്കണം. നമ്മളിങ്ങനെ ഈ അയവിറക്കണം, ഈ ചവച്ച് ചവച്ച് നമ്മൾ അയവിറക്കണം. എങ്ങനെ നമ്മൾ
ലതീഷ് ചേട്ടാ കേൾക്കുന്നില്ലല്ലോ. എന്ത് സംഭവിച്ചു? ഹലോ, എന്താണ് സംഭവിച്ചത്? കട്ടായി പോയി. കേൾക്കാൻ വയ്യല്ലോ. കട്ടായി പോയി. പേരും അത്യാവശ്യം എന്തെങ്കിലും കോള് അതാ കോള് വന്നിട്ടുണ്ടാവാം. അങ്ങനെ വല്ലതും സംഭവിക്കാനേ സാധ്യതയുള്ളൂ.